നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവത്സര ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പ്, ആഘോഷത്തിൻ്റെതായ ആഹ്ലാദത്തിൻ്റെയും ആ മുഹൂർത്തങ്ങൾ ഇനിയും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതേസമയം നമുക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ സന്തോഷം നൽകുന്ന പല ആത്മീയ ചിന്തകന്മാരും ആത്മീയ ആചാര്യന്മാരും നമുക്കിടയിലുണ്ട്. അത്തരത്തിലൊരാളാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത്. ഭഗവത്ഗീതയുടെ പ്രചാരകനായി രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഭഗവത്ഗീതയുടെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബ്രഹ്മകുമാർ അരവിന്ദാക്ഷനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി. അദ്ദേഹം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഈ രംഗത്ത് പഠനം നടത്തുന്നു, പ്രചാരണം നടത്തുന്നു, ആളുകളുമായി സംവദിക്കുന്നു. ഈ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല അസഹിഷ്ണുതയ്ക്കും പല അസമാധാനത്തിനും പരിഹാരം എന്താണെന്ന് അദ്ദേഹം ഇങ്ങനെ ആളുകളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ നന്നായാൽ ബാക്കി ലോകം മുഴുവൻ നന്നാവും എന്നുള്ളൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ കൂടുതൽ കാര്യം സംസാരിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമസ്കാരം, ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അരവിന്ദ് ഭായ്, നമ്മുടെ ഈ ശാസ്ത്രവും കാലവും ഒക്കെ ഇത്രയും പുരോഗമിച്ച ഒരു സാഹചര്യത്തിൽ ഈ ഗീതയുടെ ഒരു പ്രസക്തി ശരിക്കും എന്താ? ഗീതയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഭൗതികതയെയും ആത്മീയതയെയും കൂടി, കർമ്മത്തെയും യോഗത്തെയും കൂടി ചേർത്ത ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഭൗതികമായ ദേഹമുണ്ട്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ ആവശ്യമാണ്. ആഹാരം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, മറ്റ് ഭൗതികമായ സൗകര്യങ്ങൾ ഒരു മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ ഈ ഭൗതികമായ സയൻസും സാങ്കേതിക വിദ്യയും കൂടെ സാധനങ്ങൾ മനുഷ്യന് കിട്ടും. പക്ഷേ നമുക്കറിയാം, സാധനങ്ങൾ ഏറ്റവും കൂടിയ ഈ കാലഘട്ടത്തിലും സമാധാനം കുറഞ്ഞു വരാണ്. അപ്പോൾ ഈ സമാധാനം നമുക്ക് വേണമെങ്കിൽ ആധ്യാത്മികമായ സാധന ആവശ്യമാണ്. ഇവിടെ മതങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മതങ്ങളിലെല്ലാം നല്ല ഉപദേശങ്ങളാണ്. പക്ഷേ മതങ്ങളുടെ ആധ്യാത്മിക സത്ത മനസ്സിലായതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ആ കഴമ്പ് കളഞ്ഞിട്ട് ആ മേലെയുള്ള ആ തോടിന് വേണ്ടി കടിപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശുദ്ധമായ ആധ്യാത്മികത നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭഗവത്ഗീത ആധ്യാത്മികമായ ശാസ്ത്രമാണ്, അതിൽ ഉപദേശങ്ങളല്ല. പകരം അതിൽ ആധ്യാത്മികമായ കുറച്ച് അറിവുകൾ നൽകിയിട്ട് നമുക്കൊരു ചോയ്സ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിച്ച് നോക്കുക. അതാണ് ഗീതയുടെ ഏറ്റവും വലിയ ആവശ്യകതയും സവിശേഷതയും. അപ്പോഴും ഈ ഗീതയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഗീതാ പണ്ഡിതൻ എന്ന നിലയിൽ, ധാരാളം പേർക്ക് പരിശീലനം കൊടുക്കുന്ന ആളെന്ന നിലയിൽ രാജ്യം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ഈ ഗീതയെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഞാൻ ഗീതയുടെ വലിയ പണ്ഡിതനല്ല. എങ്കിലും ധാരാളം സ്ഥലത്ത് ഗീതാ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗീതയെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്രഹ്മകുമാരിസും പുലർത്തുന്നുണ്ട്. പൊതുവേ നമ്മുടെ ധാരണ എന്താണ്? മഹാഭാരത യുദ്ധക്കളത്തിൽ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ കുറേ ഉപദേശങ്ങൾ കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിച്ചു. യുദ്ധം തന്നെ ഏറ്റവും വലിയ അധർമ്മമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ എന്തിന് വന്നു എന്ന് ഗീതയിൽ വ്യാസമഹർഷി പറയുന്നുണ്ട്. ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ ഭൂമിയുടെ അധികാരിയായ ഈശ്വരൻ വന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അർജുനനെ പഠിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ പറ്റും? ബുദ്ധൻ ഒരാളെയാണോ പഠിപ്പിച്ചത്? ക്രിസ്തു ഒരാളെയാണോ പഠിപ്പിച്ചത്? മുഹമ്മദ് ഒരാളെയാണോ പഠിപ്പിച്ചത്? ഗാന്ധിയും നാരായണ ഗുരുദേവൻ ഒരാളെയാണോ പഠിപ്പിച്ചത്? അല്ല. ഒരു കാലഘട്ടത്തിൽ ലോകത്ത് അധർമ്മം അത്രയും വ്യാപിക്കുകയും സത്യവും ധർമ്മവും എന്താണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ ലോകം അധപ്പതിച്ച സമയത്ത് അതിഗഹനമായ ആത്മവിദ്യ, അതിൻ്റെ ആചാര്യനായിരിക്കുന്ന ഭഗവാൻ സ്വയം, എല്ലാ വിദ്യകളുടെയും ആചാര്യനായിരിക്കുന്ന ഭഗവാൻ സ്വയം വന്ന് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പറയാണ്, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലെ ഒരു കുരുക്ഷേത്ര യുദ്ധം, അത് 3rd വേൾഡ് വാറാണ്. അവിടെ ആഗ്നേയാസ്ത്രം, ബ്രഹ്മാസ്ത്രം, മുസലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന അണുബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും മിസൈലുകളുമാണ്. വീണ്ടും അതേ സ്ഥിതി സംജാതമായിരിക്കുകയാണ്. അപ്പോൾ ഈ അറിവ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ശ്ലോകങ്ങളിൽ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ സത്ത എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതുകൊണ്ട് ഗീതയിലൂടെ, അല്ലെങ്കിൽ ഗീതാജ്ഞാനത്തിലൂടെ നമുക്ക് ലോകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. വ്യക്തി പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, സംസ്കാര പരിവർത്തനത്തിലൂടെ സംസാര പരിവർത്തനം എന്ന ആപ്തവാക്യമായാണ് ഈ ഗീതാ തത്വങ്ങൾ ബ്രഹ്മകുമാരിസിൽ ഞാനും ബ്രഹ്മകുമാരിസും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 150ഓളം രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരിസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെയും ഇതേപോലുള്ള ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടോ ഭാരതത്തിലെ ഇതുപോലെ? ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സിലബസ് ഒന്നാണ്.
ഒരു 7 ദിവസത്തെ അടിസ്ഥാന ക്ലാസ്, അതിനൊരു ഭാഗമായിട്ടാണ് രാജയോഗ ധ്യാനം. പിന്നെ ഒരു ആധ്യാത്മികതയുടെ തറവാട് എന്ന് നമുക്ക് ഭാരതത്തെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററുകളുണ്ട്. എല്ലാ സ്ഥലത്തും ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററുകളുണ്ട്. മറ്റു രാജ്യങ്ങളിലെ ഭാരതത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് സ്വീകാര്യത കൂടിക്കൂടി വരാണ്, ഭഗവത്ഗീതയ്ക്കും. എങ്കിലും മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ധാരാളം രാജയോഗ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. വേറെ ഒന്നും അവിടെ പഠിപ്പിക്കുന്നില്ല, കേവലം സ്പിരിച്വാലിറ്റി. റഷ്യയിൽ ബ്രഹ്മകുമാരീസിന് 56 സെൻറ്ററുകളുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തുള്ള ആഫ്രിക്കയിലെ എല്ലാ നഗരങ്ങളിലും ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററുണ്ട്. അപ്പോൾ ഭാരതത്തിൽ നിന്ന് പോയ സാധാരണ പെൺകുട്ടികൾക്ക് ഈ അറിവ് ഇന്ന് ലോകത്തിൽ മുഴുവൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സംശയം, ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഉടലെടുത്ത ഒരു സംശയമാണ്. യുക്തിവാദികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, വർഗീയ തീവ്ര ചിന്താഗതിയുള്ളവർ മറുഭാഗത്ത് നിൽക്കുന്നു. ഇതെല്ലാം കൂടെ സമന്വയപ്പെടുത്തി മതേതരവാദികൾ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഗീതാ വചനം പറയുന്നു, അല്ലെങ്കിൽ ഗീതയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിൽ ഏത് പക്ഷത്താണ് ഈ നിങ്ങളുടെ ഭാഗം നിൽക്കുന്നത്? നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തീവ്രവാദവും ഇല്ല, യുക്തിവാദവും ഇല്ല, ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല, ഉക്രൈനും ഇല്ല, റഷ്യയില്ല, ഗാസയില്ല, ഇസ്രായേലില്ല. ഇതൊരു സാമാന്യ ഇതാണ്. നമ്മുടെ ബോധം ഒന്ന് അകത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ മാറിയത്. അപ്പോൾ നമ്മുടെ ബോധത്തെ ഒന്ന് ഉയർത്താണെങ്കിൽ നമുക്ക് ഒരു ഉയർന്ന ബോധതലത്തിലെത്താൻ പറ്റും. ആ ബോധതലത്തെക്കുറിച്ച് ഗീത പറയാണ്, യോഗാ സമത്വം ഉച്ചതേ, ശത്രുവിനെയും മിത്രത്തെയും വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശോഭാഗേജ പണ്ഡിതാ സമദർശിനിഹ. വിദ്യയും വിനയുള്ള ബ്രാഹ്മണനെയും പട്ടിയെയും പട്ടിയെ തിന്നുന്നവനെയും ആനയെയും പശുവിനെയൊക്കെ ഒരുപോലെ കാണാൻ സാധിക്കുന്നവനാണ് ജ്ഞാനി. അപ്പോൾ ഈ അറിവ് യഥാർത്ഥത്തിൽ സാഹോദര്യത്തിൻ്റെ, വിശ്വസാഹോദര്യത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഈ ലോകത്തും വെറൈറ്റിയാണ്. അപ്പോൾ എൻ്റെ മുഖം പോലെ എല്ലാ മുഖമാണെങ്കിൽ ബോറടിക്കും, എൻ്റെ വീട് പോലെയാണ് എല്ലാ വീടെങ്കിലും നമുക്ക് ബോറടിക്കും. അപ്പോൾ ഈ പ്രകൃതിയിൽ വൈവിധ്യമുണ്ട്, അത് പ്രകൃതിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ പ്രകൃതിയെ നമ്മൾ ഒരു മൊത്തമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതിൻ്റെ നാഥനായ ഈശ്വരനോട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനും അതേപോലെ തന്നെ എല്ലാവരെയും സ്വന്തമാണെന്ന് കരുതാനുള്ള ഒരു വിശാലമായൊരു മാനസിക അവസ്ഥ നമുക്ക് കൈവരും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. അപ്പം നിങ്ങളെ പോലുള്ള ഒരു ചെറിയ സമൂഹത്തിന്റെ ശ്രമം കൊണ്ട് ഇങ്ങനെ എല്ലാവരെയും ജ്ഞാനികളാക്കി മാറ്റാൻ പറ്റുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പരിവർത്തനത്തിനൊരു മാസ് പോയിന്റ് എന്ന സയൻസ് പറയുന്നത്, സോഷ്യൽ സയൻസ് പറയുന്നത് എല്ലാവരും മാറേണ്ട കാര്യമില്ല. ഒരു പിടി ആൾക്കാരിൽ കാതലായ അടിസ്ഥാനപരമായ മാറ്റം വരുമ്പോൾ ഈ ലോകത്തിന് മാറ്റാൻ പറ്റും. ഒരുപക്ഷെ അത് ഭരണകർത്താക്കളാകാം. അല്ല, ഭരണകർത്താക്കളെ കൊണ്ടും വലിയ വലിയ മഹാത്മാക്കളെ കൊണ്ടും മാറ്റം വരുത്താൻ സാധ്യമല്ല. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഭഗവത്ഗീതയിൽ ഞാൻ ആരെ പഠിപ്പിക്കാൻ വരും, ആരെ രക്ഷിക്കാൻ വരുന്നൊരു വാക്കുണ്ട്, പരിത്രാണായ സാധുന. വളരെ ഉയർന്ന തലത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് പോയിട്ടുണ്ട്. ഇതൊരു സൃഷ്ടിയുടെ ഒരു ആധാരമായ ഒരു വിഭാഗമാണ്. അവരിന്ന് താഴെയാണ്, അവരിൽ നിന്ന് വലിയ പ്രതീക്ഷയില്ല. ഈ സാധാരണക്കാരെ ജ്ഞാനം ഊതി അവരെ ഒരു അസാധാരണ തലത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബോഡി കോൺഷ്യസിൽ നിന്നും ദേഹബോധത്തിൽ നിന്നും ഞാൻ ശുദ്ധ വസ്തുവായ അനശ്വരമായ ആത്മാവാണ് എന്ന ഒരു ബോധത്തിൽ കേവലം 9 ലക്ഷം പേര് ലോകത്ത് മാറാണെങ്കിൽ ഈ 800 കോടി മനുഷ്യ മനസ്സുകളിലും ഈ പ്രകൃതിയിലും ഭൂമണ്ഡലത്തിലും മാറ്റം വരുത്താൻ സാധിക്കും, മാറ്റം വരികയും ചെയ്യും. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ യാത്രയൊക്കെ വലിയ 2-3 യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ബ്രഹ്മകുമാരീസ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും. കാരണം ബ്രഹ്മകുമാരീസിന് വേറെ ഒന്നുമില്ല, ആശുപത്രികളില്ല, എഞ്ചിനീയറിംഗ് കോളേജില്ല, നഴ്സിംഗ് കോളേജില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്ന ഇതാണ്, 24 മണിക്കൂറിൽ എല്ലാവരും 1 മണിക്കൂർ അവരവരുടെ മനസ്സിന് വേണ്ടി, ആത്മീയ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അറിവ് പ്രചരിപ്പിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ വീടാന്തരം പോകുന്നുണ്ട്, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, പള്ളികളിൽ പോകുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ ജയിലുകളിലും ബ്രഹ്മകുമാരീസിൻ്റെ സെൻ്ററുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ പോലും ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 1-2 യാത്രകൾ, 2 യാത്രകളല്ല, കണ്ടമാന യാത്രകളുടെ ഭാഗമായിട്ട് 1-2 യാത്രകളിൽ എനിക്ക് അതിൻ്റെ ഒരു 12,000 കിലോമീറ്റർ അടക്കം സഞ്ചരിച്ച യാത്ര, 12,000 കിലോമീറ്റർ സഞ്ചരിച്ചു. അതായത് ഒരു പഴയ ഓമിനി ആയിരുന്നു.
ആ പഴയ ഒമ്നിയിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ കേവലം 3 പേര് ആ വാഹനം ഓടിച്ചത് ഞാൻ തന്നെയായിരുന്നു. ഗീതാ പ്രബോധന യാത്ര എന്ന് വെച്ചു. അപ്പോൾ ബ്രഹ്മകുമാരീസിൻ്റെ കേരളത്തിലെ മുഴുവൻ നെറ്റ്വർക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. താമസം, ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തത് അവരാണ്. എല്ലാ സൗകര്യങ്ങളും അവർ ചേർന്നു. ഈ വണ്ടിയുടെ എക്സ്പെൻസ് വരെ മീറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു ദിവസം, ചില ദിവസങ്ങളിൽ 10 പ്രഭാഷണം വരെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഈ ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പല സ്ഥലത്തും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വാമി വരുന്നു സ്വീകരിക്കാൻ പറയുമ്പോൾ ഞാനൊരു സാധാരണ ഡ്രസ്സിൽ വാഹനത്തിൽ നിന്ന് നിർത്തിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഈശ്വരൻ പറയാറുണ്ട് എല്ലാ ജോലിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൽ ഞങ്ങൾ എല്ലാവരും പാത്രം കഴുകുകയും തൂത്തുവാരുകയും ക്ലാസ് എടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു യാത്ര. മതപണ്ഡിതന്മാരെല്ലാം, മതമേലധ്യക്ഷന്മാരൊക്കെ ഒരുപക്ഷെ സ്നേഹം പറയും, സമാധാനം പറയും, ക്ഷമ പറയും, ഇങ്ങനെ പല മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആത്മീയതയെക്കുറിച്ച് സംസാരിച്ച് ഈ പറയുന്ന മൂല്യങ്ങളിലേക്ക് ജീവിക്കാനാണോ പറയുന്നത്, അതെയോ ഈ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയതയ്ക്ക് വളരണമെന്നാണോ പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതം 2 വാക്ക് പറയും: സത്യം, ധർമ്മം. ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ധർമ്മമാണ് ഈ പറഞ്ഞ പോലെ സ്നേഹം, അല്ലെ, സനാതനമായ മൂല്യങ്ങൾ, സ്നേഹം, ശാന്തി, സഹിഷ്ണുത, പവിത്രത, ആനന്ദം, ഉത്സാഹം. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഏതു കാലത്തും നമ്മൾ അനുവർത്തിക്കേണ്ട മൂല്യങ്ങളാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം മൂല്യച്യുതിയുടെ ഒരു സമൂഹമാണ്, അല്ലേ. 3 വയസ്സുള്ള കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത്ര ബൈബിളുണ്ട്, ഖുറാനുണ്ട്, ഗീതയുണ്ട്, വേദങ്ങളുണ്ട്, മഹാത്മാക്കൾ അനവധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഈ മൂല്യച്യുതി സംഭവിച്ചു? ബ്രഹ്മകുമാരീസ് പറയുന്നത് സത്യത്തിൽ ഇത്തിരി പൊടി വീണിട്ടുണ്ട്. ആ സത്യം എന്താണ്? ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യം. നമ്മളെല്ലാവരും ഈ ബാഹ്യമായ ദേഹത്തിനുപരി അനശ്വരമായ ആത്മാവാണെന്നും ആ ആത്മാവിൻ്റെ ധർമ്മം, ഞാൻ ആത്മാവാണെന്നൊരു ബോധത്തിൽ വരുമ്പോൾ എൻ്റെ ധർമ്മമാണ് ശാന്തി. ഞാൻ ആത്മാവ് ശാന്തസ്വരൂപനാണ്, ഞാൻ ആത്മാവ് ആനന്ദസ്വരൂപനാണ്. അപ്പോൾ ഈ നമ്മൾ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് ഈ സത്യത്തിലെ ഈ പൊടി കഴുകിക്കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് തന്നെ ധർമ്മം, ഈ സനാതന മൂല്യങ്ങൾ വരും. നേരെ നമ്മൾ സനാതന മൂല്യങ്ങൾ കയറി പിടിക്കുകയാണെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും. കാരണം സനാതന മൂല്യങ്ങൾ ഈ സത്യത്തിൽ നിന്ന് വരേണ്ട സാധനമാണ്. ആ സത്യത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് ബാഹ്യമായ ഉപദേശങ്ങൾ, ഐ എം എ ജെന്റിൽമാൻ ബിക്കോസ് ഓഫ് പോലീസ്മാൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ബാഹ്യമായ പ്രേരണ. ഇവിടെ പറയാണ് ആന്തരികമായ അറിവിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വധർമ്മമാണ്, ധർമ്മമാണെന്ന് മനസ്സിലാക്കി ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ദേശത്തെ ജയിച്ച ഒരാളല്ല, തുറന്നു പറയാൻ പറ്റും. പതുക്കെ നമ്മളിലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരു പൂ വിരിയുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ നിന്നും ആത്മാവ് തെളിയുന്നതനുസരിച്ച് എനിക്ക് എല്ലാവരോടും സ്നേഹം വരും. ഞാനിതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ കള്ളും കവിതയും കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ചെറുപ്പമായിരുന്നു. അപ്പോൾ വിരോധങ്ങൾ പലരോടും ഉണ്ടായിരുന്നു, മതപരമായ വിരോധങ്ങളുണ്ടായിരുന്നു. ആലുവയിലാണ്. അപ്പോൾ ബ്രഹ്മകുമാരീസിൽ വന്നപ്പോൾ നമുക്കിതൊക്കെ അങ്ങ് കുറഞ്ഞ് എല്ലാവരും സ്വന്തമാണ്. ഇതാണ് വാസ്തവത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു. ഇസ്രായേലും ഗാസയിലും പറയണം നമ്മൾ പരസ്പരം സ്വന്തമാണ്. ഇന്ത്യയും പാകിസ്ഥാനും പറയണം നമ്മൾ സ്വന്തമാണ്. ഈ സ്വന്തമാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? അത് ആധ്യാത്മികതയിൽ കൂടെ മാത്രമേ പറ്റൂ. ഇപ്പം ആലപ്പുഴ താമസിച്ചാണോ ഈ വരുന്ന പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ ആലപ്പുഴ ഭാഗത്താണ്. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇതനുസരിച്ച് ഡിസ്ട്രിക്ട് വൈസായിട്ടും പിന്നെ സോണൽ വൈസായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈശ്വരൻ തന്നൊരു ഭാഗ്യവും എൻ്റെ സഹോദരിമാർ തന്നൊരു ഭാഗ്യമാണ്. ഞാൻ എല്ലായിടത്തും വിളിക്കാറുണ്ട്, കേരളത്തിൽ എല്ലായിടത്തും വിളിക്കാറുണ്ട്. അപ്പോൾ പോകാനൊരു മനസ്ഥിതിയും എനിക്കുണ്ട്, സാഹചര്യങ്ങൾ ഒരുക്കാറുണ്ട്. പിന്നെ ഗീതയെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ബന്ധപ്പെടുത്തി പറയാനുള്ള ഒരു കഴിവും ദൈവം നൽകിക്കൊണ്ട് എല്ലായിടത്തും പോകുന്നു. അപ്പം നമ്മുടെ സഹോദരി ബ്രഹ്മകുമാരി സുജന പറഞ്ഞു, അതായത് അവിടെ മെഡിറ്റേഷനോട് ആണ് അവരുടെ കേന്ദ്രത്തിൽ ആളുകൾ കൂടുതൽ വരുന്നത്. ഈ അവരെ വരുന്നത് മാനസിക സംഘർഷങ്ങളിൽ പെട്ടവരാണോ, അതോ ഈ സാമൂഹികമായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടവരാണോ? എങ്ങനെയാണ് നമ്മളുടെ അടുത്ത ആൾക്കാർ വരുന്നത്? അതായത് ഈ ആദ്യം ഞാനൊക്കെ വന്നത് ദൈവത്തെ അന്വേഷിച്ചായിരുന്നു. ഒപ്പം തന്നെ സംഘർഷങ്ങളുണ്ടായിരുന്നു. സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊരു ഹിംസ വ്യാപിക്കുന്നു, എന്താണെന്നൊരു പിടിയില്ലാണ്ട് ഞാൻ ദൈവത്തിന് മുമ്പിലേക്ക് ഇരുന്ന് കരയുമായിരുന്നു. അന്ന് കൂടുതൽ ഭക്തര് ഈശ്വരൻ അന്വേഷിച്ചാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഒരു സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. മാനസിക സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, 300 ദശലക്ഷം ആളുകളിലേക്ക് ഡിപ്രഷൻ വ്യാപിച്ചു എന്ന് പറയുമ്പോഴോ, അപ്പോൾ ആ സംഘർഷങ്ങൾക്കൊരു ലഘൂകരണം തേടിയാണ് ഇന്ന് ഭൂരിഭാഗം പേരും ബ്രഹ്മകുമാരീസിൽ നിന്നല്ല എല്ലായിടത്തും വരുന്നത്. കാരണം അത്രയും സംഘർഷങ്ങൾ ലോകത്ത് വ്യാപിച്ചു. അതുകൊണ്ട് ബ്രഹ്മകുമാരീസ് ആ രീതിയിലും
കുറച്ച് ഡയലൂട്ട് ചെയ്ത് ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘർഷരഹിതമായ ഒരു ജീവിതം നയിക്കാനുള്ള എല്ലാ ഓഫീസുകളിലും നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് പ്രധാനപ്പെട്ട. അതായത് നിങ്ങൾ അന്ധമായ ഒരു ആത്മീയതയല്ല നിങ്ങൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അതേസമയം തന്നെ നമ്മളുടെ സാമൂഹികമായ വിപത്തുകളെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ, ശാസ്ത്രം വളർന്ന ഒരു സമൂഹത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിന് എല്ലാ സമയത്തും നിങ്ങൾ താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ അവലോകനം ചെയ്യാറുണ്ടോ സ്വയമേവ? തീർച്ചയായിട്ടും. നോക്കൂ, ശാസ്ത്രം ഭൗതിക ജീവിതത്തിന്, നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈവൻ ആത്മാവിൽ നിന്ന് വന്നതാണ്, അറിവ് ആത്മാവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മളിവിടുന്ന് സംസാരിക്കുന്ന, റെക്കോർഡ് ചെയ്യുന്ന ശാസ്ത്രത്തിൻ്റെ കഴിവുള്ളത് കൊണ്ടല്ലേ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സയൻസ് ആൻഡ് ടെക്നോളജി സാധനങ്ങൾ ഉണ്ടാക്കി തരും. പക്ഷേ മനുഷ്യനൊരു സമാധാനം വേണമെങ്കിൽ സയൻസിന് കൊടുക്കാനുള്ള കഴിവില്ല. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയതയുടെ ആവശ്യമുണ്ട്. ആ ഒരു ഫീലിംഗ്, ഇത് ഒരു വാഹനത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെയാണ്. ഭൗതികതയും ആത്മീയതയും കൂടി ചേർത്ത് പോകണം. രണ്ടുപേരും തമ്മിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. ഭാരതത്തിൽ എല്ലാ വിധത്തിലും സയൻസ് ഡെവലപ്പ് ചെയ്തു. ഇവിടെ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു നാടാണെങ്കിൽ പോലും കലകൾ, ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയമായി മറ്റ് കലകൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ച ഒരു നാടായിരുന്നു ഈ ആധ്യാത്മികത വളർത്തിയെടുത്ത ഭാരതം. രാജാക്കന്മാരാണ് ഇത് വളർത്തിയെടുത്തത്. നമ്മൾ വിചാരിക്കുന്ന പോലെ സന്യാസികളല്ല. രാജകൊട്ടാരങ്ങളിലാണ് ആരണ്യകങ്ങളെക്കാൾ കൂടുതൽ ഭാരതത്തിൻ്റെ ആധ്യാത്മികത വളർന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത് ഭൗതികതയ്ക്ക് എതിരല്ല, ഇത് ശാസ്ത്രത്തിനെതിരല്ല, അന്ധവിശ്വാസത്തിനെതിരാണ്. ശാസ്ത്രത്തിനും പല അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മളും അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ പോകരുത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ധാരാളം മണിക്കൂറുകളോളം പ്രസംഗം നടത്തുന്ന, പ്രഭാഷണം നടത്തുന്ന ആളാണ്, ദിവസങ്ങളോളം പലരുമായിട്ട് കണ്ട് അവരുമായിട്ട് സംവദിക്കുന്ന ആളെന്ന നിലയിൽ നമ്മളെ പ്രേക്ഷകരോട് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്താ പറയാനുള്ളത്? നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്, നമ്മൾ ഭൂമിക്കാരാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോകും. നമ്മളെല്ലാം മക്കളുടെ കല്യാണവും മക്കളുടെ വീടുവായിപ്പായിട്ട് പോകാണ്. പക്ഷേ ഭൂമി എന്ന് പറഞ്ഞ അമ്മ അപകടത്തിൽപ്പെട്ട് കിടക്കാണ്. ഏതാണ്ട് 800 കോടി രോഗികളായ മനുഷ്യർ 100 പ്രാവശ്യം ഭൂമിയെ ചുട്ടുകരിക്കാൻ ആവശ്യമായ അണുബോംബുകൾ നിരത്തിക്കഴിഞ്ഞു. സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വ രഥോത്തം എന്നാണ്. ഈ ഒരു സമയം രാമതീർത്ഥ സ്വാമികൾ പറഞ്ഞതുപോലെ ആധ്യാത്മികത ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബാനറ്റിൻ്റെ മുനയിൽ നിങ്ങൾ നിർത്തുന്ന പറഞ്ഞിരിക്കുന്നത്. ഒരു രൂക്ഷമായ പ്രതിസന്ധി, ഒരു കൂട്ടക്കുരുതിയുടെ വക്കിലാണ് മാനവകുലം നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. ഈ അഗ്നിയെ നമ്മളൊന്നും പറയണ്ട, ഒരു തുള്ളി വെള്ളം. ആ ഒരു തുള്ളി വെള്ളം എന്താണ്? ലോകത്ത് മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലൊക്കെ സംഘർഷമാണ്. മതവും ദൈവവും ഒരു സംഘർഷവും പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഒരു സമാധാനത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒരു കൈത്തിരി തെളിയിക്കാനുള്ള അറിവ് നമ്മൾ കൊണ്ടുവരികയും അത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. നമ്മളൊരു ഗാന്ധിയോ വിവേകാനന്ദനോ ആകേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചെറിയ വൃത്തങ്ങളിൽ നന്മകൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഈശ്വരൻ പറയുന്ന കോൺട്രാക്റ്റ്, ലോക പരിവർത്തനത്തിൻ്റെ കോൺട്രാക്റ്റ് ഞാൻ എടുത്തോളാം, എനിക്ക് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ വേണം. ഒരു ചെറിയ ചെറിയ നന്മകൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ നന്മകളിൽ കൂടെ വലിയ നന്മ നമുക്ക് ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക. കർക്കിടക മാസം കഴിഞ്ഞാൽ ചിങ്ങമാസം പറക്കും, രാത്രി മാറിയാൽ പ്രഭാതം പറക്കും. ഈ കലിയുഗത്തിൻ്റെ ഘോരരാത്രി മാറും, സത്യത്തിൻ്റെ പ്രഭാതം പറക്കും. നമ്മൾ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഉക്രൈനും റഷ്യയും ഗാസയും ഇസ്രായേലും എല്ലാം ഒരു അസമാധാനത്തിൻ്റെതായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ നമുക്ക് ഒരു അതിഥിയായി ക്വസ്റ്റ്യൻ ഫോറത്തിൽ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ അമഹത് വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സ്വയം നന്നായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതിലൂടെയാണ് ഈ ലോകത്തെ നന്നാക്കാൻ നമ്മളെ ഒരു ചെറിയ വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പഠന രീതികളും എല്ലാം നമ്മളുടെ സ്വജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിനും ഇനി ധാരാളം ആളുകൾക്ക് നല്ല സന്ദേശം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.